ഹലോ, ഷായ് ആർട്ട് സ്കെച്ച് ഹിയർ. അപ്പോൾ ഇന്ന് വരയ്ക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ സ്കിൻ ടോൺ ട്യൂട്ടോറിയലാണ്. അതെ, ചർമ്മത്തിൻ്റെ എങ്ങനെയാണ് ചർമ്മം വരയ്ക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. കാണുക. ഇപ്പോൾ കൊടുക്കുന്ന കളർ ഐവറിയാണ്, യെല്ലോ ഷെയ്ഡിങ് ടൈപ്പായിട്ട്. അപ്പോൾ അത് ലൈറ്റായിട്ട് എല്ലാം പ്രഷർ ചെയ്യാതെ ഒന്ന് ലൈറ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് സാൻഡ് കളറാണ്. അപ്പോൾ ഇതും വളരെ ലോ ആയിട്ടുള്ള ഷെയ്ഡിങ്ങിലാണ് കൊടുക്കേണ്ടത്. ആദ്യം ഒന്ന് പ്രഷർ ചെയ്യരുത്. ആദ്യം ലൈറ്റായിട്ടാണ് എല്ലാം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയർ അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഡാർക്ക് ആയിട്ടുണ്ട് ചില ഏരിയകളുണ്ടാവല്ലോ, അപ്പോൾ അവിടെയെല്ലാം കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള കളറാണ്, ഡാർക്ക് ബ്രൗണിഷ് ആയിട്ടുള്ള കളർ. ബ്ലാക്കും ആഡും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളനുസരിച്ചിട്ടാണ്, അതായത് ഫോട്ടോ അനുസരിച്ചിട്ട്. അപ്പോൾ അവിടെയെല്ലാം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉദാഹരണത്തിന് ഞാൻ യൂസ് ചെയ്യുന്നത് കേദാർ എന്ന കളറും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് കളറുണ്ട്. അപ്പോൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പെൻസിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള ഒരു പ്രീമിയം, അതായത് ബ്രഷ് സ്ട്രോ 72 ഷെയ്ഡ്സ് വരുന്ന ഒരു പെൻസിലാണ്. അപ്പോൾ നിങ്ങളെ ബ്രാൻഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് പെൻസിലാണ് അതേ പടി അനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന അതേ കളേഴ്സ് നോക്കി അതിന് സിമിലർ ആയിട്ടുള്ള കളർ കൊണ്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈവായിട്ട് ചെയ്യുന്ന ഡ്രോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കളേഴ്സ് സെലക്റ്റാക്കി വരയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് വെച്ച് സിമിലർ ടു ദിസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കളേഴ്സിൻ്റെ പേരൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ മറന്നു പോകും, ചിലത് പറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്ക് കണ്ട് ഒന്ന് ചെയ്യാവുന്നതാണ്. ഇത് പിങ്കിഷ് ലെമനേഡാണ്, ഒരു പിങ്ക് ടൈപ്പ് ആയിട്ടുള്ള, അതും വേണം സ്കിന്നിന്. അപ്പോൾ സ്കിന്നിന് ഒരു പിങ്ക് ടച്ച് എല്ലാം ഉണ്ടാവും, എല്ലാം മിക്സാണ്. യെല്ലോ, പിങ്ക്, പിന്നെ ചോക്ലേറ്റ്, ഡാർക്ക് ബ്രൗൺ, എല്ലാം ബ്ലാക്ക്, എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ് ആണ് ഫേസിന് വേണ്ടത്. അത് നിങ്ങളുടെ ഫോട്ടോ അനുസരിച്ചാണ്. ഒരിക്കലും പ്രഷർ ചെയ്തെടുത്ത് ആദ്യം തന്നെ പ്രഷർ ചെയ്തിട്ട് ലൈറ്റായിട്ട് ആദ്യം, പിന്നെ മീഡിയമിലൂടെയാണ്. അപ്പോൾ ആദ്യം ലോ ആയിട്ട് എന്താ പറയുക ബ്ലെൻഡ് ചെയ്യേണ്ടതാണ്. സാവധാനം മെല്ലെ ബ്ലെൻഡ് ചെയ്യേണ്ടതാണ് ഓരോ കളേഴ്സും വെച്ചും. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് ആദ്യം ബ്ലെൻഡ് ചെയ്ത് എവിടെയെല്ലാം ഷെയ്ഡ് വേണം എന്ന് ആദ്യം നോക്കി എവിടെയെല്ലാം ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ സാവധാനം മെല്ലെ ആദ്യം തന്നെ പ്രഷർ ചെയ്താൽ പിന്നെ നിങ്ങളുടെ ചിത്രം മോശമാവും, നിങ്ങൾ വെറുതെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് അനുസരിച്ച് മെല്ലെ ഇതുപോലെ കണ്ടില്ലേ, അപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു റിസൾട്ട് ലഭിക്കുന്നത്. എവിടെയെല്ലാം ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അതായത് ലൈൻസ്, നിങ്ങളെ കവിളിലെ ചിരിക്കുമ്പോഴുള്ള ലൈൻസ് എല്ലാം ഉണ്ടല്ലോ, ഒരു വരയെല്ലാം. അപ്പോൾ അവിടെയെല്ലാം കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കേണ്ടി വരും. ചിലത് ബ്ലാക്ക് ഉണ്ടാവും, ചിലത് ബ്രൗൺ ഉണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം ഒന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. കളർ പെൻസിലൂടെ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെയും ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, ബ്രൗണിഷ്. അപ്പോൾ എൻ്റെ ഏകദേശം ലൈവായിട്ട് വരയ്ക്കുന്ന ഡ്രോയിങ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, കണ്ട് മനോഹരമായി വരയ്ക്കാവുന്നതാണ്. അതായത് ശരിക്കും സമയത്ത് യഥാർത്ഥ സമയത്തിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതേപടി സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് കവിളിൻ്റെ ഭാഗമാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഇതൊരു ലൈറ്റ് യെല്ലോ എന്ന് പറയാം, ഐവറി എന്നാണ് ഇതിൻ്റെ പേര്, ഐവറി കളറാണ്. അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്തു, എന്താ പറയുക ലൈറ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാം, എല്ലാം മിക്സാണ്. അപ്പോൾ ഇവിടെയും ലോ ആയിട്ടുള്ള പ്രഷറൈസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം മുതലേ മുകളിലുള്ള 2 ലെയർ വരെയായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ണിൻ്റെ ഇട വരെ. പിന്നെ ഇത് വീണ്ടും താഴെ അതേപോലെ ലോന്ന് തൊട്ട് മീഡിയം പിന്നെ ഹൈ പ്രഷറൈസ്, അത് പിന്നീടാണ്. പിന്നെ ചില ഷെയ്ഡ് വരുന്ന ചില ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്, അവിടെയൊക്കെ ബ്ലാക്കും ബ്രൗണും പിന്നെ സാൻഡ് കളറും ഒക്കെ മിക്സ് ചെയ്ത് ലോ പ്രഷറിലൂടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബായിൻ്റെ ചില ഗ്യാപ്സിലെല്ലാം എന്താ പറയുക ബ്ലാക്ക് സ്പോട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കുക, ആദ്യം തന്നെ കളർ ചെയ്ത് വെക്കാം.
അങ്ങനെ ബാക്ക് ടു ചീക്സ്, അതായത് ഷാഡോസ്, ചീക്സിലെ ഷാഡോസൊക്കെ ഷെയ്ഡ് ചെയ്യുകയാണ്. അതായത് ഡാർക്ക് സ്പോട്ടുകൾ, അതായത് എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കളർ വെച്ച് ഷെയ്ഡ് ചെയ്യുകയാണ്. അത് നിങ്ങൾ കളർ അനുസരിച്ചിട്ടാണ്. എൻഡ് ചെയ്യുന്ന മുമ്പ് എല്ലായിടത്തും ഉറപ്പ് വരുത്തുക. അതായത് എല്ലാ സ്പോട്ടിലും ഷാഡോസിലും ഡാർക്ക് സ്പോട്ടിലും ഒക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഗ്രേ ടച്ച് ഒന്ന് ആഡ് ചെയ്തോട്ടാ. ഞാൻ എൻ്റെ ഗ്രേ ടച്ച് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഫോട്ടോ അനുസരിച്ചിട്ടാണ്. എൻ്റെ ഫോട്ടോയിൽ ചെറിയ ഗ്രേസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനായിട്ട് മുമ്പ് ഒന്ന് ഗ്രേയും ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. കണ്ടില്ല, ഒരു ഭാഗം വരെ എത്തിയിട്ടുണ്ട്. എല്ലാം ലേസായിട്ടാണ് വളരെ പതുക്കെ സാവധാനം ആണ് ഷെയ്ഡ് ചെയ്തിട്ട് ഇതുവരെ എത്തിച്ചത്. അതായത് എല്ലാ കളർ മിക്സ്, യെല്ലോ, ഐവറിയും സ്കിന്നും പിങ്ക് കളറും എല്ലാം മിക്സ് ചെയ്ത്, പീച്ച് സ്കിന്ന് എല്ലാ കളർ മിക്സ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം വളരെ സാവധാനം സ്ലോലി എല്ലാം ഒന്ന് പതുക്കെ ഇതുവരെ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇപ്പോഴാണ് ഫൈനലായിട്ട് പ്രഷേഴ്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൈനലൈസാണ്. അപ്പോൾ പീച്ച് കളറും സ്കിൻ കളറാണ്. സ്കിൻ കളറിൽ 3 ടൈപ്പ് ഉണ്ട്: പീച്ച്, ഡോണ്, പിന്നെ ബേജ്. അപ്പോൾ ഞാൻ അധികം ഡോണാണ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാറ്. അപ്പോൾ ഫൈനലായിട്ട് വളരെ മീഡിയമിലൂടെ പിന്നെ ഹൈ പ്രഷറായി അവസാനം നോക്കി ബ്ലെൻഡ് ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ ഭാഗത്ത് ഐബ്രോസ് ഒക്കെ ഉണ്ടാവും. അത് അവസാനമാണ്. അത് അവസാനം ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു ലൈന് ഇട്ട് കൊടുത്താൽ മതി. പതുക്കെ സാവധാനം ശ്രദ്ധിച്ച് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബ്ലാക്ക് ഷെയ്ഡിങ് ഒക്കെ ഉണ്ടാവും, ഡാർക്ക്. അതൊന്ന് പ്രഷറിലൂടെ ചെയ്ത് കൊടുക്കാം. ചിലയിടത്ത് ലൈറ്റായിട്ട് യെല്ലോ സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ഐവറി കളർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഇമേജിലുണ്ടതുകൊണ്ട് യെല്ലോ സ്പോട്ട്. അപ്പോൾ അവസാനമായിട്ട് ഇതാണ് സ്കിൻ ടോൺ ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇതെൻ്റെ ഉമ്മയുടെ ഇമേജാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 2 വായയുടെ വീഡിയോ കാണുമ്പോഴേക്കും ബായ്.